ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാടൻ ആട്ടിറച്ചി വരട്ടിയതാണ്. നല്ല അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല കോമ്പിനേഷനാണിത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. മട്ടൺ കുക്കറിൽ വേവിച്ചിട്ടല്ല വെക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അടുപ്പ് കത്തിച്ച് ഉരുളി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു പിടി തേങ്ങാക്കൊത്തിടാം. 8 പച്ചമുളക് നെടുകെ പൊളിച്ച് ചേർത്ത് ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ നിറമായതിനു ശേഷം 2 തണ്ട് കറിവേപ്പില ചേർക്കാം. 4 സവാള ചെറുതായി അരിഞ്ഞ് ചേർക്കാം. പെട്ടെന്ന് വഴന്നു വരാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് 5 മിനിറ്റ് ഇളക്കി കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരം പേസ്റ്റ് ചേർക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് ഇതിന്റെ എല്ലാം പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഒരു 3 തക്കാളി അരിഞ്ഞ് ചേർത്ത് ഒന്നുകൂടി വഴറ്റാം. തക്കാളി എല്ലാം നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച 2 കിലോ മട്ടൻ ഇട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആട്ടിറച്ചിക്ക് നല്ല വേവുള്ളത് കൊണ്ട് മട്ടൻ വേവാനുള്ള വെള്ളം ഒഴിക്കാം. ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ഒരു 30 മിനിറ്റ് വേവിക്കാം. മൂടി തുറന്നു നോക്കാം. 4-5 പ്രാവശ്യം ഞാനിത് തുറന്നു നോക്കി മട്ട ഇളക്കി കൊടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ആട്ടിറച്ചിക്ക് നല്ല വേവുള്ളത് കൊണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. മൂടി വെച്ച് കൊടുക്കാം. ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്നു നോക്കാം. ഇപ്പൊ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ആട്ടിറച്ചി വരട്ടിയത് നല്ല പാകമായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് ഗ്രേവിയൊക്കെ തിക്കായി വന്നിട്ടുണ്ട്. ഒരു പിടി മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സെർവ് ചെയ്യാൻ ഒരു ബൗളിലേക്ക് മാറ്റാം. നല്ല അടിപൊളി മട്ടൻ വരട്ടി റെഡി ആയിട്ടുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടത് കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ കഴിച്ചാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയും വരാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.